എറണാകുളത്ത് എം.എൽ.എയുടെ പേര് പറഞ്ഞ് വ്യാപക പണപ്പിരിവെന്ന് പരാതി. പെരുമ്പാവൂർ എം.എൽ.എ മനോജ് മൂത്തേടന്റെ PA എന്ന് പരിചയപ്പെടുത്തിയാണ് ആളുകളോട് പണം ആവശ്യപ്പെടുന്നത്. പണപ്പിരിവ് വ്യാപകമായതോടെ തന്റെ വ്യാജ PAക്കെതിരെ പരാതിയുമായി എം.എൽ.എ തന്നെ പോലീസിനെ സമീപിച്ചു. എം.എൽ.എ മനോജ് മൂത്തേടന്റെ PA എന്ന് പറഞ്ഞ് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു സംഘം പണപ്പിരിവ് നടത്തുന്നതായാണ് പരാതി. MC റോഡ് ജംഗ്ഷനിൽ ലോട്ടറി ടിക്കറ്റ് കട നടത്തുന്ന സജിത്ത് എന്ന യുവാവിനോട് മൊബൈലിൽ വിളിച്ച് പണം ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദ സന്ദേശം അടക്കം പരാതി എത്തി. ഒരു പാർട്ടി പ്രവർത്തനമാണ്. ഞാൻ ഈ മലയമുത്തേടന്റെ PA ആണ്. മനസ്സിലായില്ലേ? ഞാൻ വിളിച്ചു, റിക്വസ്റ്റ് ആയിട്ട് വിളിച്ച, പാർട്ടിക്ക് വേണ്ടിട്ട് വിളിച്ചല്ല. നമ്മുടെ മനോജേറിന്റെ വീടിന്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ ഡയാലിസിസ് കാര്യങ്ങളായിരുന്നു കുറച്ചതായിട്ട്. അപ്പൊ ഇതൊന്ന് വൈകിട്ട് കിഡ്നി മാറ്റി വയ്ക്കാം. ലിസ്റ്റില് 7 ലക്ഷം രൂപ ഞങ്ങൾ സഹകരിച്ചു. അല്ല, 7 ലക്ഷം രൂപ വരും, 1.5 ലക്ഷം രൂപയുടെ കൊടുക്കുന്നുണ്ട്. പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് അറിയാനോ? തൊട്ടപ്പുറ കടയിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ വീടിൻ്റെ അവിടെ അതായത് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റും ഒരു മജ്ജ ക്യാൻസറായിട്ട് 2 പിരിവുകൾ നടക്കുക. എന്റെ അറിയാലോ, കാഞ്ഞിരക്കാട്. അല്ല, ഇത് പറ്റണ രീതിയിൽ ചെയ്തു കൊടുക്കുക. അവിടെ ഒരാള് അതിന്റെ സ്വന്തക്കാരനെ വിട്ടായി. പറ്റണ രീതി അവിടെയൊക്കെ എല്ലാ കടയിലും കൊടുക്കും. കൂടുതലും പറ്റണ രീതി ചെയ്തു കൊടുക്കും. ഒരു 1000 രൂപ കൊടുത്തു. 1000 ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 500 രൂപ തരാം. ഗൂഗിൾ പേ നമ്പർ മറ്റേ അക്കൗണ്ട് നമ്പറിലല്ല, കടയിലേക്ക് വിളിച്ചു. അവിടെ തൊട്ടപ്പുറയ്ക്ക് ആൾക്കാരുണ്ട്, കടയിലെ ആൾ വിട്ടായിരുന്നു. എം.എൽ.എയുടെ PA ആണെന്നും താനൊരു കോൺഗ്രസുകാരനാണെന്നും സ്വയം പരിചയപ്പെടുത്തി സുരേഷ് എന്നയാളാണ് ലോട്ടറി കടയിലേക്ക് ഫോൺ ചെയ്ത് പണം ആവശ്യപ്പെട്ടത്. എം.എൽ.എയുടെ നാട്ടിലുള്ള ഒരു സ്ത്രീ രോഗബാധയിൽ ചികിത്സയിലാണെന്നും ഇവർക്ക് ചികിത്സാ ചെലവിനായി കുറച്ച് പണം നൽകണമെന്നുമായിരുന്നു ഫോൺ വിളിച്ചയാളുടെ ആവശ്യം. പണം മറ്റൊരാളുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതിയെന്നും ഇയാൾ പറഞ്ഞു. ഇതോടെ സംശയം തോന്നിയ സ്ഥാപന ഉടമ നേരിട്ട് വന്നാൽ പണം നൽകാമെന്ന് പറയുകയായിരുന്നു. അതോടുകൂടി ഫോൺ വിളിച്ചയാൾ ഫോൺ ഓഫ് ചെയ്തു. ഇത്തരം വ്യാജ പിരിവുകാരുടെ ഇടപെടൽ പൊതുസമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ലോട്ടറി വ്യാപാരിയായ സജിത്ത് അഭിപ്രായപ്പെട്ടു. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെയാണ്. പുള്ളി ലിസി ഹോസ്പിറ്റലിൽ കിഡ്നിക്ക് വേണ്ടി അവർ 7 ലക്ഷം രൂപ പിരിച്ചു. 1 ലക്ഷം രൂപ തികഞ്ഞുള്ള അതിനുവേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം, ബില്ല് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഉടൻ തന്നെ മുൻ ചെയർമാൻ പോൾ പാത്തിക്കലിനെയും മുൻ മെമ്പറായിട്ടുള്ള അരുണിനും വിളിച്ചു പറയുമ്പോൾ അവരോട് ഒരു കാരണവശാലും കൊടുക്കരുത്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ അരുൺ അപ്പം തന്നെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ വന്ന് SI ആയി ബന്ധപ്പെട്ട് അപ്പം തന്നെ എന്നെ വിളിച്ച് ഡീറ്റെയിൽ വെച്ചു. ഞാൻ എൻ്റെ ഇതിൽ റെക്കോർഡിംഗ് ഉള്ളതാണ്, ആ റെക്കോർഡിംഗ് ഉൾപ്പെടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കുക ചെയ്തത്. സമാനമായ സംഭവം അടുത്തിടെ പെരുമ്പാവൂർ, കാലടി, കോടനാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും പോലീസിൽ പരാതി നൽകിയതായും MLA മനോജ് മൂത്തേടൻ പറഞ്ഞു. ന്യൂസ് മലയാളം, കൊച്ചി.